കുന്ദമംഗലം കുരുക്കത്തൂരിലെ രണ്ടുപേരുടെ മരണത്തിനിടയാക്കിയ സ്ഫോടനത്തിൽ ചില പുതിയ വിവരങ്ങൾ പുറത്തുവിടുന്നുണ്ട്. ഒരാൾ കസ്റ്റഡിയിലാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. വിഷ്ണു എന്ന ആളെയാണ് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അനധികൃതമായി സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചു, മനഃപൂർവ്വമുള്ള നരഹത്യ എന്നീ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ലൈസൻസിന് അപേക്ഷിച്ചിരുന്നുവെന്നാണ് വിഷ്ണുവിൻ്റെ മൊഴി. സ്ഫോടനത്തിൽ സമീപത്തെ വീടുകൾക്കും കേടുപാടുണ്ടായി. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്ന പശ്ചാത്തലമുണ്ട്. അനീഷ്, ഇപ്പോൾ വിഷ്ണു എന്ന ആളുടെ വീട്ടിലാണല്ലേ ഇത്, അതോ അയാൾ വാടകയ്ക്കെടുത്ത വീടാണോ? അത്തരം വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഇയാൾ ഏതാണ് പടക്ക നിർമ്മാണം അനധികൃതമായി നടത്തുകയായിരുന്നു എന്ന് തന്നെയാണ് വിവരം. ഇപ്പോൾ ഒരാൾ മാത്രമാണോ ഇതിൽ പങ്കാളിയായിട്ടുള്ളത്? രഞ്ജിത്ത്, ബേബി എന്ന ആളുടെ ഉടമസ്ഥയിലുള്ള ഒരു പഴയ തറവാടാണിത്. ഈ തറവാട് വിഷ്ണു മുണ്ടിക്കൽ താഴം സ്വദേശിയാണ്. അയാൾ വാടകയ്ക്ക് എടുത്തിരിക്കുകയായിരുന്നു. അതിനുശേഷം ഇവിടെ പടക്ക നിർമ്മാണ യൂണിറ്റ് നടത്തി വരികയായിരുന്നു എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഇന്നലെ ഉണ്ടായ ഈ സ്ഫോടനത്തിൽ വിഷ്ണുവിനും ഭാര്യയ്ക്കും പരിക്കേറ്റിരുന്നു. ഇവർ രണ്ടുപേരും ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുകയും ചെയ്തിരിക്കുകയാണ്. ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നതിനിടെയാണ് ഇപ്പോൾ വിഷ്ണുവിനെ കുന്നമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അയാളുടെ പരിക്കത്ര ഗുരുതരമല്ല എന്ന് പോലീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. താൻ ഈ ഒരു പടക്ക നിർമ്മാണ യൂണിറ്റിനുള്ള ലൈസൻസിനായി അപേക്ഷ നൽകിയിരുന്നു എന്നാണ് വിഷ്ണു മൊഴി നൽകിയിരിക്കുന്നത്. അപകട സമയത്ത് വീട്ടിൽ 5 പേരുണ്ടായിരുന്നു. താനും ഭാര്യയും മരിച്ച 2 പേരും മറ്റൊരാളും അടക്കം 5 പേര് ഈ സമയത്ത് ഈ വീട്ടിലുണ്ടായിരുന്നുവെന്നും മൊഴി നൽകിയിട്ടുണ്ട്. കുന്നമംഗലം പോലീസാണ് സംഭവത്തിൽ കേസെടുത്തിരിക്കുന്നത്. BNS വകുപ്പുകൾ പ്രകാരം അനധികൃതമായി സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കുക, മനഃപൂർവ്വമുള്ള നരഹത്യ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. സ്ഫോടനത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന വിഷ്ണുവിന്റെ ഭാര്യ സിമി 1.5 മാസം ഗർഭിണിയാണ്. വിഷ്ണുവിന്റെ സഹോദരനായ രാഹുൽ എന്നയാളും ഒപ്പം രാമനാട്ടുകര സ്വദേശിയായ രാഹുൽ എന്നയാളുമാണ് ഈ അപകടത്തിൽ മരിച്ചിരിക്കുന്നത്. വീടിന് പുറത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയും വലിയ തോതിലുള്ള ഓലകൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഓലപ്പടക്ക നിർമ്മാണത്തിനുള്ള ഓലകളാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. നാട്ടുകാർക്കൊക്കെ നൽകിയ വിവരം ഇവിടെ വെച്ച് പടക്ക നിർമ്മാണം നടക്കുന്നില്ല, മറിച്ച് ഈ ഓലകൾ ഉണങ്ങി ശേഖരിച്ച് സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ്. ഈ ഉണങ്ങിയ ഓലകൾ പിന്നീട് മറ്റൊരു നിർമ്മാണ യൂണിറ്റിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ചാണ് പടക്കം ചുരുട്ടുന്നത് എന്ന വിവരവുമാണ് നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് ഈ പടക്ക നിർമ്മാണ യൂണിറ്റിനെ കുറിച്ച് കാര്യമായ കാര്യങ്ങൾ അറിവില്ലായിരുന്നു. എന്താണ് ഇവിടെ നടക്കുന്നത് എന്നതിനെക്കുറിച്ചും കൃത്യമായൊരു ചിത്രം അവർക്ക് ഉണ്ടായിരുന്നില്ല. എന്തായാലും അങ്ങേയറ്റം ഗുരുതരമായ ഒരു പിഴവാണ് വിഷ്ണുവിന്റെ ഭാഗത്തുനിന്നും, അല്ലെങ്കിൽ നിയമലംഘനമാണ് വിഷ്ണുവിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. വിഷ്ണുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. ഇനി മറ്റാരെങ്കിലും ഈ നിർമ്മാണ യൂണിറ്റിന് പിന്നിലുണ്ടോ, എവിടെ നിന്നാണ് സ്ഫോടക വസ്തുക്കളടക്കം കിട്ടിയതെന്ന അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തത വരേണ്ടതുണ്ട്. ഇതിനായി ഇയാളെ വളരെ വിശദമായി തന്നെ പോലീസ് ചോദ്യം ചെയ്യും. ഒപ്പം ഈ ഫോറൻസിക് വിദഗ്ധരും ഫയർ ഓഫീസറും ഒക്കെ ഇവിടെ എത്തി തെളിവുകൾ ശേഖരിക്കും. ഏത് തരത്തിലുള്ള സ്ഫോടക വസ്തുവാണ് ഉപയോഗിച്ചിരിക്കുന്നത്, മറ്റെന്തെങ്കിലും പടക്കങ്ങൾ ഇവിടെ നിർമ്മിക്കുന്നുണ്ടോ, നേരത്തെയും ഇത്തരം പടക്ക നിർമ്മാണം നടത്തിയതാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കും. എന്തായാലും ഇപ്പോൾ ഇതിൽ ഏറ്റവും പ്രാഥമികമായി വിഷ്ണു എന്നയാൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. ഇയാൾക്കെതിരെ BNSലെ വിവിധ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിരിക്കുന്നു എന്ന വിവരമാണ് ഏറ്റവും പുതുതായി നൽകാൻ ഉള്ളത്. രഞ്ജിത്ത്, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.